കോൺഗ്രസിനകത്ത് ഒരുപാട് നേതാക്കന്മാരുണ്ട്. സുധാകരനും സതീശനും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. അവരുടെയൊക്കെ രണ്ടുപേരുടെയും നല്ല കോൺട്രിബ്യൂഷൻ പാർട്ടിയുടെ വിജയത്തിലുണ്ടായിട്ടുണ്ട്. പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരെല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ഈ 100,000 കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നോടെ ചില കാര്യത്തിൽ അവിടെ ഇവിടെ അസ്വാരസ്യങ്ങളും ആശയക്കുഴപ്പവും ഉണ്ടായാൽ അത് പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. സതീശനും സുധാകരനും മിക്കവാറും എല്ലാ കാര്യങ്ങളിലും യോജിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനമാണ് പുറത്തു വരുന്നത്. എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് അവർ അത് പരിഭവം പറഞ്ഞുണ്ടാവുമായിരിക്കും. ആ പരിഭവം പരിഹരിക്കും. അത് പർവ്വതീകരിച്ച് കോൺഗ്രസ് ആകെ ആശയക്കുഴപ്പമാണെന്ന് പറയുന്നത് ഒരർത്ഥമില്ല. കോൺഗ്രസിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. പ്രവർത്തകരുടെ ഇലക്ഷനാണ് വരാൻ വേണ്ടി പോകുന്നത്, പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ. ആ ഇലക്ഷനിൽ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി പോരാടുക എന്നുള്ളതാണ്. അതിന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ചെറിയ ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ തീർത്ത് മുന്നോട്ട് പോകും എന്നുള്ളതിന് സംശയം വേണ്ട. അതൊക്കെ വെറും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമായിട്ടുണ്ടാകും.